ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോ, അതായത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് അപ്പൂനും ഷൈബാക്കും വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്, പോവോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഒരുങ്ങി റെഡിയായി. ഇപ്പോൾ സമയം 12 മണിയാവാറായിട്ടുണ്ട്. എവിടെ പോകണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പം അവർക്ക് മീൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വിഴിഞ്ഞത്ത് പോകണം, അത് വൈകിട്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെയുള്ള സ്പോട്ടെന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പോൾ പിന്നെ കൊല്ലത്തോട്ട് വച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഒരു സ്പേസും കാര്യങ്ങളും അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളതിന് ഒരു കറക്റ്റ് ഐഡിയ ഇല്ല. അങ്ങോട്ട് പോവാം, എന്നിട്ട് നോക്കാമെന്ന് വെച്ചു. ഇക്ക ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാനൊരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇക്കായി വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ആളെന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. വേറൊരു ദിവസമാണെങ്കിലും ഇക്ക ഇല്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ആക്കാമെന്ന് വെച്ചു. ഇക്ക കൊല്ലത്തുണ്ട്. ഇക്കയുടെ ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വരുമില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല, ഇക്കയുടെ ജോലിയായിട്ട് പോയതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് അപ്പു, ഷൈബ, പൊന്നു, ഞാനും പിള്ളേരും, പിന്നെ അമ്മച്ചി രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കാം കേട്ടോ. വേണോ വേണ്ടേ എന്നുള്ളൊരു മനസ്സുണ്ട്. മിക്കവാറും വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. പിന്നെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഈ ഒരു ടോപ്പ് പാലുകാച്ചിൻ്റെ ടൈമിൽ ഇക്ക എടുത്തു തന്നതാണ് കേട്ടോ. കണ്ടോ, ആകെ ഒരുമാതിരി ചുരുങ്ങിയ പോലെ ഇരിക്കുന്നില്ലേ? ഒന്ന് അയൺ ചെയ്തെങ്കിൽ ശരിയായാലും എനിക്ക് തോന്നുന്നു. എന്നാലും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഷോളെന്ന് പറയുന്നത് അപ്പൂൻ്റെ കല്യാണത്തിന് നമ്മൾ സാരിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഷോളാണേ. അപ്പം അത് രണ്ടും സെയിം കളറാണ്. ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങ് ഇട്ടു. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഓക്കെ, എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ടോ? അപ്പോൾ പോയിട്ട് പോണ വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഇന്നത്തെ ഈറ്റിങ്ങും ഒക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാ. പറ്റുന്ന പോലെ വീഡിയോ എടുക്കാം കേട്ടോ. വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാം. പറ്റുന്ന പോലെ കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് സഹിക്കുക കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പം തീരും. രാവിലെ ഞാൻ ചാർജ് ചെയ്തതാണ്, ഫുൾ ചാർജാക്കി എടുത്തിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് കൂടെ ചെയ്തപ്പോഴത്തേക്കും ഖത്തം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, റെഡ് ലൈനിൽ കിടക്കുവാണ്. എപ്പോൾ വേണമെങ്കിലും കട്ടായി പോവാം. കാറിൽ കയറിയിട്ട് ചാർജ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കലൊക്കെ അപ്പൂൻ്റെയോ പൊന്നൂൻ്റെയോ ഒക്കെ ഫോണിൽ എടുക്കേണ്ടി വരും. ഇൻഷാ അല്ലാ നോക്കട്ടെ. എന്തായാലും നമുക്ക് പതിയെ ഇറങ്ങാം. എൻ്റെ 2 പിള്ളേരെ ഞാൻ ഒരുക്കി ഇവിടെ നിർത്തിയതാണ്. രണ്ടും തെക്കോട്ടും വടക്കോട്ടും ഓടിയിട്ടുണ്ട്. ഇനി ഒന്നേന്ന് പിടിച്ച് ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇറങ്ങിയാലോ. വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇച്ചിരി നേരം പോസ്റ്റ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം പൊന്നു അവിടെ നിന്ന് കല്ലമ്പലത്ത് വരും, എന്നിട്ട് അപ്പു വിളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചാർജറിൻ്റെ കേബിൾ എടുത്തു വെച്ചു കേട്ടോ. കാറിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഭയങ്കര പാടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചാർജ് കയറാമെന്നുള്ള കാര്യം. നോക്കാം. എനിക്കിങ്ങനെ ഒരുങ്ങി വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ദേഷ്യം വരുന്നൊരു പരിപാടി കേട്ടോ. ഒരുങ്ങിയ അപ്പം തന്നെ പോകണം. വെയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇക്കാളോടെ എവിടെ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടേ കുളിക്കാൻ കയറുള്ളൂ. കുളിക്കാൻ പോയാൽ 1 മണിക്കൂറാണ്. അപ്പോൾ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ്ഡായി. എന്നാലും എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു നിവർത്തിയില്ലാത്ത വെയിലാണ്. കണ്ടോ, വെളിയിലോട്ടൊന്നും നോക്കാൻ പറ്റത്തില്ല, അമ്മാതിരി വെയിലാണ്. നമ്മളെ കാലാവസ്ഥ നമ്മൾ വല്ലാണ്ട് പേടിക്കേണ്ട രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അറിയാൻ വയ്യ. വൈകിട്ടൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. നോക്കട്ടെ, ഇന്നത്തെ ഒരു ഫുൾ ഡേ ഒരു ചില്ലിങ് ഡേ ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇക്കടെ അനിയത്തിയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് കുറച്ച് നേരമായി. പാപ്പായെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവളെയും കല്ലമ്പലത്താക്കണം, അവിടെ നിന്ന് പൊന്നൂനെ വിളിക്കണം, എന്നിട്ട് നേരെ വീട്ടിൽ പോയി ഉമ്മച്ചിയെ വിളിച്ചിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തതെന്നൊക്കെ പറയുന്നത് കൊല്ലത്തോട്ട് വെച്ച് പിടിക്കണമെന്നായിരുന്നു. പക്ഷേ വേണ്ടെന്ന് വെച്ചു. കാരണം ഉമ്മച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. കൊല്ലത്തോട്ട് ദൂരമാണ്, നിങ്ങൾ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മാത്രമായിട്ട്
പോണ്ട അമ്മച്ചിയെ കൂടി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്പോട്ട് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് വർക്കല ആക്കിയിട്ടുണ്ട് കേട്ടോ. വർക്കല നമുക്ക് കാപ്പിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല, എവിടെ പോകണം എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് നമുക്ക് കാപ്പിൽ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉമ്മച്ചിയെ വെയിറ്റ് ചെയ്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കേട്ടോ. ഉമ്മ അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ, വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മച്ചി റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴുള്ള കുറച്ച് കുശലം പറച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ 3 പേരും കൂടി കൂടിയാൽ സെറ്റാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാനും കഥകൾ പറയാനും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ഈ ഗ്യാങ്ങിലോട്ട് നമ്മുടെ ഷൈബക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ട്രോളിയും കളിയാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളിയൊക്കെ നമ്മൾ ഇങ്ങനെ പോവും. കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കണ്ട, ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ എല്ലാം നിങ്ങൾ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയ്ക്ക് കച്ചറകളാണോ എന്ന് തോന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ അമ്മച്ചി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വെച്ച് പിടിക്കാം കാപ്പിലോട്ട്. എന്താവും ഏതാവും എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇതിലിപ്പോൾ 2 പേര് മിസ്സിങ് ആണ് കേട്ടോ. അതായത് ഫുൾ ഫാമിലി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇക്കായും വന്നിട്ടില്ല, നാസിയും വന്നിട്ടില്ല. നാസി എന്ന് പറയുന്ന പൊന്നൂൻ്റെ ഹസ്ബൻഡ്. 2 പേരും അവരുടെ ജോലികളിൽ തിരക്കാണ് കേട്ടോ. ഇവരെല്ലാവരെയും കൂടി ഒരുമിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇപ്പോൾ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇക്കാടെ ഡ്യൂട്ടിയുടെ ടൈം അനുസരിച്ച് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ നാസിക്ക് വരാൻ പറ്റത്തില്ല, നാസിയുടെ അത് നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ ഇക്കാക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. പിന്നെ 2 പേരും പറഞ്ഞു പോയിട്ട് വന്നോളൂ, ഒരു പ്രശ്നമില്ല, നമ്മളെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ കാപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഗേൾസ് ഒളി ട്രിപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട്, സെയിം സ്പോട്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നത്, പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുക്കാൻ വരുന്നതൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ. ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷൈബാക്കും അപ്പൂനും സേവ് ദ ഡേറ്റ് എടുത്തത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിങ്ങും ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബ് വരും കേട്ടോ. നമ്മുടെ കാസറ്റിൽ CD ആണ് കേട്ടോ എനിക്ക്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന പാട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുമ്പോൾ ഓർമ്മ വരും. ദേ ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ശശിയായി എന്ന് വേണം പറയാൻ. നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവർ തന്നെ നമുക്കൊരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസ് ആണല്ലോ കഴിക്കുന്നത്. പൊന്നുവാണെങ്കിൽ ഇപ്പോൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അവൾക്ക് ചിക്കനോട് തീരെ താല്പര്യം ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ ഒരിടത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു ഹഡ് സെറ്റപ്പാണ് കേട്ടോ, കൊള്ളാം, രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇവിടെ റൂം ഇതാണ്ട് ഇതേപോലെ കുട്ടി ഫാമിലീസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫിഷാണ് ഇവിടുത്തെ മെയിൻ സംഭവം വരുന്നത്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഫിഷിൻ്റെ തന്നെ. ചിക്കനും ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ചിക്കൻ വേണ്ട, മെയിനായിട്ട് വരുന്നത് ഫിഷാണ്. അപ്പോൾ അതെന്ത് വേണം ഏത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദോശ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് പ്ലസ് ഫിഷ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് മച്ചു കുറേ ആയിട്ട് പറയുന്നു തലക്കറി വേണം എന്നുള്ളത്. അപ്പോൾ നെയ്മീൻ്റെ തലയാണ് അത് പറഞ്ഞിട്ടുണ്ട്. കണവയല്ലല്ലോ, കൊഞ്ച് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ, കരിമീൻ, പിന്നെ ഒരു ഊണ്, അപ്പം, പൊറോട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ ഒരു റേറ്റിന് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, തീരെ അല്ല എന്ന് എനിക്ക് തോന്നി. ഇതിനെക്കാട്ടിയും വിഴിഞ്ഞത്ത് പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അപ്പം ആ ഒരു റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതത്ര അങ്ങോട്ട് ഒത്തില്ല എന്നെനിക്ക് തോന്നി കേട്ടോ. നമുക്ക് എല്ലാവർക്കും തോന്നി. ഫുഡൊക്കെ മാഷാഅല്ലാ നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്നും കഴിക്കുന്നതിനെക്കാട്ടി വെറൈറ്റി ആയിട്ടൊരു ഫുഡ് അത്രയേ ഉള്ളൂ. മീൻകറിയും ചോറും ആണ് ഇന്നും വീട്ടിലെങ്കിലും ഈ ഒരു എന്താ പറയുക ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നേ. അപ്പോൾ തലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഊണ് ഭയങ്കര ശോകമായിരുന്നു. ഇവിടെ നിന്നും വന്ന് ഊണ് വാങ്ങിച്ച് കഴിക്കരുത് എന്ന് മനസ്സിലായി കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ചോറ് കറികളൊക്കെ വളരെ 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 കുറവായിരുന്നു കേട്ടോ. ആകെ 1, 2, 3 കറികളും കുറച്ച് ചോറും നല്ല റേറ്റുമായിരുന്നു ഊണിന്. അപ്പോൾ അതായിരുന്നു ഫുഡ്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അതെ, ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ
കമ്പയർ ചെയ്യാതെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം ദേ എല്ലും മുള്ളും ഒക്കെ ബാക്കിയാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കറിയോ, എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും, ഡാനി ഡേയ്സ് അങ്ങനെയായിരുന്നു തോന്നുന്നു യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുൾ വയറ് നിറയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി ഡെസേർട്ട് എന്തെങ്കിലും വാങ്ങിക്കണം, അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു. അതിവിടെ ഇല്ല. നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് പാപനാശത്തോട്ടാണ് കേട്ടോ. ക്ലിഫിൽ ഷൈബായും കൊണ്ട് പോയിട്ടുണ്ട്. ക്ലിഫ് നമ്മുടെ തറവാടാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. പിന്നെ പാപനാശത്ത് അവൾ പോയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയെന്ന് പറയുന്നത് ഇന്ന് കഴിച്ച ഫുഡിനെ കുറിച്ചാണ്. ഫുഡിൻ്റെ നിലവാരത്തെക്കുറിച്ചും വില നിലവാരത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കഥ പറയാൻ തുടങ്ങിയാലേ നമുക്കതിന് കുറേ കഥകൾ കണക്ട് ചെയ്ത് പറയാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരേ വൈബിലുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര, അല്ലെങ്കിൽ ഞാനും ഇക്കായി മാത്രമായിട്ട് പോകുന്നതിനെക്കാട്ടി ഇഷ്ടം എല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടും മാത്രം ആകുമ്പോഴത്തേക്കും നമുക്ക് കഥകൾ പറയാൻ കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, എവിടെയാണ് കാപ്പിലുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നേ. ഓക്കെ, ഹന്നത്ത് ഫാഷൻ ടേക്കിൽ വർക്കലയൊക്കെ ഉള്ള ആൾക്കാർ കാണാറുണ്ട് കേട്ടോ. എനിക്ക് മെസ്സേജ് അയക്കാറും കമൻറ്റ് ചെയ്യാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ വർക്കലയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ചുമ്മാ അറിയാമല്ലോ അടുത്തുള്ള ആൾക്കാരെയൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും അടുത്താണ് വർക്കലയും കാപ്പിലും ഒക്കെ ആയിട്ട്. കല്ലമ്പലമാണ് കേട്ടോ എൻ്റെ സ്ഥലം. ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വർക്കല 10 കിലോമീറ്റർ, പാപനാശമൊക്കെ ഒരു 15-20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വെയിലത്താട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം നല്ല വെയിലായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടോ പാരച്യൂട്ട് പോകുന്നത്. മുമ്പ് ഞാനും ഇക്കായും കൂടെ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. ജസ്റ്റ് ആൾക്കാർ വന്നിട്ട് ഈ സായിപ്പൊക്കെ വന്നിട്ട് ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് കാണാം കേട്ടോ. കുറച്ച് ദൂരം പോവും താഴെ വീഴും, കുറച്ച് ദൂരം പോവും താഴെ വീഴും. അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്പീഡ് ബോട്ട്, പിന്നെന്താണ് അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, പേരൊന്നും എനിക്കറിയത്തില്ല. മണലിലൂടെ ഓടിച്ചു പോകുന്ന വണ്ടികൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആദ്യമായിട്ട് വന്നത് നമ്മുടെ വർക്കലയിലായിരുന്നു. പക്ഷെ അത് പ്രശ്നമായി മീൻസ് അപകടം സംഭവിച്ചു. അത് പൊട്ടിയിട്ട് കുറേ പേര് വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആളപകടം, അതായത് മരണം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അങ്ങനെ കുറേ മുങ്ങിപ്പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ന്യൂസിൽ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ആ ഒരു സംഭവം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനും പറ്റിയില്ല. അപ്പോൾ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലാണ് ആ ഒരു സംഭവം പൊട്ടിയത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സീസൺ ടൈമാണല്ലോ, കടൽ കിടക്കുന്നുണ്ടാവും, നല്ല നിരന്ന് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കടലങ്ങ് താഴെയും നമ്മളിങ്ങനെ മുകളിലുമായിട്ട് തോന്നും കേട്ടോ. ഉമ്മച്ചിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. ഉമ്മച്ചി 4 കിലോമീറ്റർ അപ്പുറത്തേ നിൽക്കുകയുള്ളൂ. ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മ മാത്രം അങ്ങോട്ടേക്ക് വന്നില്ല. നമ്മളെല്ലാവരും കടലിൽ പോയി ഇറങ്ങി ചാടി മറിയുന്ന കണ്ടിട്ട് ഒരുപാട് വഴക്കം കേട്ടു കേട്ടോ. കയറി വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. ഉമ്മച്ചിക്ക് നടുവും കാലും ഒന്നും വയ്യാത്തത് കൊണ്ടും പിന്നെ നമുക്ക് സത്യത്തിൽ വെള്ളം ഭയങ്കര പേടിയാട്ടോ. നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകുന്നതൊന്നും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല. എനിക്കും വെള്ളം പേടിയാണ്. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടും വലിയ സീനില്ല. കടൽ പ്രശ്നമില്ലാണ്ട് കിടക്കുന്നത് കൊണ്ടും മാത്രം ഞാൻ കടലിൽ ഇറങ്ങുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇറങ്ങിയേക്കും. പക്ഷേ പിള്ളേരെ ഇറക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ദേ എവിടെ പോയാലും ഉള്ളതാണ് ഫോട്ടോഷൂട്ടും പരിപാടിയും. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ആദ്യം കുറച്ചൊന്ന് അന്നമ്മേനെയൊക്കെ വിടാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. എത്രയൊക്കെ വിട്ടു എന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിട്ടു കൊടുക്കില്ല കേട്ടോ. ഞാൻ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ അന്നുവിന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും അന്നമ്മയും കൂടി കുറേയൊക്കെ ചാടി മറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അങ്ങ് ദൂരെ വരെ പോകാൻ പറ്റും. കണ്ടോ, അത് നിരന്ന് കിടക്കുകയാണ്. അത്ര പ്രശ്നങ്ങളില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാടോടെ വന്നാലും പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് ഇക്ക കൊണ്ടുപോകും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ വിടത്തില്ല. ചിലപ്പോൾ ഞാൻ ഇക്കായി ആ കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കും. പിന്നെ കാരണം പിള്ളേരെ വെള്ളത്തിൽ ഇറക്കാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകണം. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വെള്ളത്തിലിറങ്ങി കളിച്ചു.
പിന്നെ ഇനി ഉമ്മച്ചി അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് മതിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത്തവണ നമ്മൾ ശിവഗിരി പോയില്ലല്ലോ, ശിവഗിരി പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയില്ല കേട്ടോ, ഞാനും ഉമ്മച്ചിയും പോയില്ല. പൊന്നും അപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശിവഗിരി വെറുതെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശിവഗിരിയിൽ പോയിട്ട്. അങ്ങ് മുകളിൽ കയറിപ്പോയി നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് പോകണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ പകുതി വെച്ചിട്ട് സംഭവം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇക്കടെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കയറി ചുറ്റി നടന്നാൽ ഇന്ന് താമസിക്കും എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരമൊക്കെ പോയി കേട്ടോ. പിന്നെ ഉമ്മച്ചിക്കാണെങ്കിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 1-2 സാധനങ്ങളൊക്കെ ഉമ്മച്ചി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉത്സവത്തിൻ്റെ ടൈമിൽ വന്നാൽ ഇവിടെയൊക്കെ ആളും ആരവവും മാത്രമായിരിക്കും. എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് വരാനാണ് കേട്ടോ. കുറച്ച് സമാധാനത്തോടു കൂടി നമുക്കിതൊക്കെ കണ്ടുപോകാമല്ലോ. പിന്നെ ആ കോൾ വന്നതുകൊണ്ട് തന്നെ നമ്മളെ കറക്കം നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് നേരെ വിട്ടു കല്ലമ്പലത്തോട്ട് രാജകുമാരിയിൽ ഷേക്കൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതോടൊപ്പം നമ്മൾ വിരുന്നായിരുന്നല്ലോ, ഫുഡ് മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ റിങ്. അപ്പോൾ അതൊന്ന് ഷൈബാക്ക് കൊടുക്കണ്ടേ, അതും കൂടി കൊടുത്ത് ഇന്നത്തെ കറക്കം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ പൊന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ വാങ്ങിയത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതയുടെ ഉണ്ട്. ഇതേ ദിവസം, അതായത് 1 വർഷം മുമ്പ് സെയിം ഡേറ്റിലാണ് ഞാനും പൊന്നുവും ഉമ്മച്ചിയും പോയിട്ട് ഷൈബയുടെ വളയിടിയിൽ ചടങ്ങ് നടത്തിയത് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, വളയിടീലിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വളയിടീലിൻ്റെ സെയിം ദിവസമാണ് ഇന്ന് നമ്മൾ വീണ്ടും ഷൈബാക്ക് മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നും ഇതുപോലെ മോതിരവും ബ്രേസ്ലെറ്റ് മാല അങ്ങനെ എന്തോ ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞു.